ഹലോ, വെൽക്കം ടു ലിമീസ് കൾനറി വേൾഡ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് 2 ആഴ്ചയായി. 2021 ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമുക്കിത് മധുരത്തിൽ നിന്ന് തുടങ്ങാം. മധുരം എന്ന് പറയുമ്പോൾ നമുക്കൊരു കേക്കിൽ നിന്ന് തന്നെയാവാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ഉണ്ട്, ന്യൂയോർക്ക് സ്റ്റൈലിൽ ബേക്ക്ഡ് ചീസ് കേക്ക്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യണേ. നോ ബേക്ക് ചീസ് കേക്കിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് ഈ ബേക്ക്ഡ് ചീസ് കേക്ക്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പം ഞാൻ OTGയിലാണ് ചെയ്തിരിക്കണേ, ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ബ്ലൂബെറി ഫ്ലേവറിലുള്ള ചീസ് കേക്കാണ്. മാത്രമല്ല എഗ്ലെസ് ആണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എഗ്ലെസ്സാണ് ചെയ്തിരിക്കണേ. 100% ഗ്ലൂട്ടൻ ഫ്രീ ആണ്. സാധാരണ ചീസ് കേക്കിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ ബേസ്, ഡൈജസ്റ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ബേസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഞാൻ 1-2 പ്രാവശ്യം ബിസ്ക്കറ്റിൻ്റെ ബേസ് വെച്ച് ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അതിന് കുറച്ച് മധുരവും കൂടുതലാണ്, പിന്നെ അതിൽ നെയ്യിൻ്റെ കുത്തിച്ചിരി കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് തന്നെയാണ് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ 2 ചെറിയ സ്നാപ്സ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കണേ. ഗ്ലൂട്ടൻ ഫ്രീ ആകുമ്പം മൈദ വെച്ചിട്ട് എഗ് ഇട്ട് ഉണ്ടാക്കുന്ന സ്പോഞ്ച് കേക്ക് പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. പക്ഷെ എന്നാലും ബിസ്ക്കറ്റിനേക്കാളും ടേസ്റ്റുമാണ്, ബിസ്ക്കറ്റിൻ്റെ ബേസിനേക്കാളും സോഫ്റ്റുമാണ് കേട്ടോ. OTG ഉള്ളവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചീസ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാറില്ല ശരിക്കും, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സും അതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഐസിങ് ബാഗ് ഉണ്ടാക്കാനായിട്ടുള്ള അതൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസ് ഞാൻ ഈ ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 എപ്പിസോഡും കണ്ടുപോകണം കേട്ടോ. ആ പൈപ്പിങ്ങിൽ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളൊന്നുമല്ല, പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ആർക്കെങ്കിലും ഒന്നല്ല, കേക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഈ 2 എപ്പിസോഡും ഇന്നത്തെ എപ്പിസോഡും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡും കാണണം. ഒരിക്കൽ നമ്മൾ ഈ ബേക്ക്ഡ് ചീസ് കേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വേറൊരു നോ ബേക്ക് നമ്മൾ കഴിക്കില്ല. അത്രയും നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. ഒരു ഹെവൻലി ടേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കാം. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകട്ടെ. ഈ ചീസ് കേക്ക് 3 സ്റ്റേജസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 1 ചീസ് കേക്കിൻ്റെ ബേസ്, 2 ചീസ് കേക്ക് ഫില്ലിംഗ്, 3 അതിൻ്റെ ഡെക്കറേഷൻസ്. ഈ ചോക്ലേറ്റ് ഫ്ലവേഴ്സിൻ്റെ ഡെക്കറേഷൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചീസ് കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാം. ബേസിന് വേണ്ടി 25 ഗ്രാം, അതായത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരു 40 ഗ്രാം സാബുദാന, അതായത് ചവ്വരി നന്നായി മിക്സിയിൽ പൊടിച്ച് ഫൈനായിട്ട് അരിച്ചെടുത്തത്, അല്ലെങ്കിൽ ആമസോണിലെല്ലാം ടാപ്പിയാക്ക ഫ്ലവർ, അതായത് നമ്മുടെ മരച്ചീനി കപ്പയില്ലേ അതിൻ്റെ ഫ്ലവർ അവൈലബിൾ ആണ്. അതായാലും ഒരു 40 ഗ്രാം, ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ വരും അത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ക്യൂൻവയുടെ പൗഡറും ചേർത്തിട്ടുണ്ട്. ക്യൂൻവ സൂപ്പർ ഫുഡാണ്, അത് മില്ലറ്റാണ്, ഹൈ പ്രോട്ടീനാണ്. 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ, നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തത്. ഈ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്, അതായത് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, കൊളസ്ട്രോൾ ലോവർ ചെയ്യാനും BP കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തത്. ഇത് എല്ലാ പൗഡറും നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണേ. ഇതൊരു 50 ml ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് ഒരു 1/4 കപ്പ് ഉണ്ടാവും. നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുവിധം നല്ല ചൂടുണ്ടായിരിക്കണം ഈ ബട്ടറിന് കേട്ടോ. 140 ml കണ്ടൻസ് മിൽക്ക്. വേറെ പഞ്ചസാര നമ്മൾ ഈ ബേസിൽ ചേർക്കുന്നില്ല. 180 ml വരെ ആവാം, പക്ഷെ ഞാനിവിടെ ബ്ലൂബെറിയുടെ സോസ് ചേർക്കുന്നുണ്ട്. അതിലും പഞ്ചസാര ഉള്ളതുകൊണ്ട് 140 ml ചേർക്കുന്നുള്ളൂ. ഈ ബേസ് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 ഗ്രാം ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും വേണം. ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. കോൺഫ്ലവർ, ചവരി പൊടിച്ചതും, ക്യൂൻവ പൗഡറും, ഫ്ലാക്സ് സീഡും, ബേക്കിംഗ് പൗഡറും, ബേക്കിംഗ് സോഡ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡറും ഉപ്പും കൂട്ടി 3 പ്രാവശ്യമെങ്കിലും നന്നായി അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിൻ റെഡിയാക്കി വെക്കണം. ഞാനിന്ന് സ്പ്രിംഗ് ഫോം പാനാണ് ഉപയോഗിക്കുന്നത്.
അതായത് ക്രീം ചീസ് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ അൺമോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസും ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അൺമോൾഡ് ചെയ്യാതെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ചീസ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കും. ഇത് ഞാനൊരു ബട്ടർ പേപ്പറും ബട്ടറും ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, കണ്ടൻസ് മിൽക്ക് ബൗളിലേക്ക് ഒഴിച്ച് ഒന്ന് ബീറ്റർ വെച്ച് ഒരു 4 മിനിറ്റോളം 4-5 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ടെക്സ്ചറൊക്കെ മാറും. നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്യണ വരെ ഒരു ക്രീമി ടെക്സ്ചർ വരും. ഏകദേശം 4 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഞാനത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ജാം ചേർത്ത് കൊടുക്കുകയാണ്. ബ്ലൂബെറി ജാമോ ബ്ലൂബെറി സോസോ അല്ലെങ്കിൽ ക്യാൻഡ് ബ്ലൂബെറി തന്നെ ആയാലും മിക്സിയിലൊന്ന് അടിച്ച് ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ട് ആ ബാറ്ററുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഓവൻ ആ സമയത്ത് OTG ഞാൻ ഇന്ന് വെക്കുന്നത്. OTG ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മെൽറ്റഡ് ബട്ടർ ഒന്ന് നല്ല ചൂടോടെ വേണം ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചൂടില്ലെങ്കിൽ ഒന്ന് പയ്യെ ചൂടാക്കി എടുത്തേക്കണം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ട് ബീറ്റർ ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കംപ്ലീറ്റ് തെറിച്ച് പോവേ. ഇത് നമുക്ക് ബലൂൺ വിസ്ക് വെച്ചും ഇതേ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി കേട്ടോ. ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണവരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബലൂൺ വിസ്ക് ധാരാളം. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ മതി, കാരണം ബ്ലൂബെറിയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ടൊക്കെ ഉണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. സാധാരണ വെള്ളം, ചൂടുവെള്ളം ഒന്നും വേണമെന്നില്ല, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പാത്രം മാറ്റി, കാരണം വാട്ടർ ചേർത്തപ്പോൾ ഭയങ്കരമായിട്ട് തെറിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇത് ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്. നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതും ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബാറ്റർ എല്ലാം അത്യാവശ്യം കൺസിസ്റ്റൻസി ആയിട്ട്, കാരണം നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ അല്ല ചേർത്താണ്, ഒരുപാട് ഫൈബർ ഉള്ളതാണ്. ബാറ്റർ തന്നെ കുറച്ച് ആ വാട്ടർ കൺസിസ്റ്റൻസി മാറി ഒന്ന് തിക്കാവും. അത് സ്വാഭാവികമായിട്ടും മൈദ അല്ലല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ള ചെറുനാരങ്ങ ജ്യൂസാണ്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ കൂടെ ഞാൻ ഒരു 2 ഗ്രാം ബേക്കിംഗ് സോഡ 2 ഗ്രാം ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ തന്നെ അത് റിയാക്ട് ചെയ്യും. ഭയങ്കരമായിട്ട് പതഞ്ഞു വരും. ആ സമയത്ത് തന്നെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായി എല്ലായിടത്തും യോജിപ്പിച്ചിട്ട് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടിന്നിൽ ഒഴിച്ച് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റൊക്കെ മതി. ചെറിയ ബാറ്ററല്ലേ, പെട്ടെന്ന് ബേക്കായി കിട്ടും. ബാറ്റർ തിക്കായണ്ട, അതുകൊണ്ടാണ് നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വെച്ച് അത് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പുറത്തോട്ട് എടുക്കാം. 25 മിനിറ്റ് ബേക്ക് ചെയ്ത് ഞാൻ ഈ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ ക്രീം ചീസ് ഫില്ലിംഗ് ഇട്ട് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബേസ് ബിസ്ക്കറ്റിൻ്റെ അത്ര ഹാർഡല്ല, എന്നാൽ സ്പോഞ്ച് കേക്കിൻ്റെ അത്ര സോഫ്റ്റും അല്ല. പക്ഷേ ടേസ്റ്റ് വൈസ് ഇതാണ് നല്ലത്. ഈ സ്പ്രിംഗ് ഫോമിലാണ് നമ്മളിത് ബേസ് ചെയ്തിരിക്കുന്നത്. ഈ ഡീമോൾഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീം ചീസ് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാക്കറ്റ് ക്രീം ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫിലാഡൽഫിയയുടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അത് 227 ഗ്രാമാണ് ചെറിയ പാക്കറ്റ് വരുന്നത്. ഇനി ഡെലക്റ്റ് ആണെങ്കിൽ ഏറ്റവും ചെറിയ പാക്കറ്റ് 150 ഗ്രാമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ഹെവി ക്രീമും ഷുഗറും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 100 ml ക്രീം, ഹെവി ക്രീമോ ഡബിൾ ക്രീമോ ആണ് ബെസ്റ്റ്. അത് കിട്ടാത്തവരാണെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. 1/2 കപ്പ് ഉണ്ടാവും. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 60 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, അതായത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തതാണത്. നമ്മൾ 75 ഗ്രാം വരെ ഇതിന് ചേർക്കാം. പക്ഷേ ഈ ബേസിലും ഞാൻ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനും മധുരം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ 60 ഗ്രാമേ ചേർക്കുന്നുള്ളൂ. അതായത് 1 ടേബിൾ സ്പൂൺ കുറച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊരു 4-5 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം.
ഇത് ബീറ്റർ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവയിൽ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ പ്ലം കേക്കിൻ്റെ, അതുപോലെ മരത്തിൻ്റെ തവ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്റർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതും ഇത്രയും ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ചെയ്താൽ ഒരുപാട് വാട്ടർ ചെയ്യും. തവ വെച്ചിട്ടാണെങ്കിൽ ഒരു 7 മിനിറ്റോളം എടുക്കും ബീറ്റിങ്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുക. ക്രഷ് അല്ലെങ്കിൽ ക്യാൻഡ് ബ്ലൂബെറിയുടെ എങ്കിൽ അതൊന്ന് മിക്സിയിൽ ഒന്ന് പയ്യെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടാൽ മതി. ബ്ലൂബെറി ക്രഷ് ചേർത്ത് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് വളരെ അരിപ്പയിലൂടെ മാത്രം അരിച്ച് സ്പ്രിങ്കിൾ ചെയ്ത് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ ബാറ്ററിൽ മിക്സ് ആവാണ്ട് കട്ട പിടിച്ചെടുക്കും. ഇതിന് പകരം മൈദയും ഉപയോഗിക്കാം. നമ്മളിവിടെ ഗ്ലൂട്ടൻ ഫ്രീ ബാറ്ററാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത്. വളരെ കുറേശ്ശെ അരിപ്പയിലൂടെ മാത്രം ഇട്ട് ഫ്ലവർ ഇട്ടിട്ട് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യണം. ബീറ്ററോ മരത്തിൻ്റെ തവയോ ഉപയോഗിച്ചിട്ട് ഒട്ടും ലംസ് ഇല്ലാത്ത വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തിടും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്രീം ചീസ് ഫില്ലിംഗ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേസിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. എഗ്ലെസ് ക്രീം ചീസ് ഫില്ലിംഗ് ബേക്ക് ചെയ്യാനായിട്ട് നേരത്തെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന OTGയിൽ ആദ്യത്തെ 20 മിനിറ്റ് 180 ഡിഗ്രിയിലും പിന്നെ വരുന്ന 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയം 150 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ബാറ്റർ എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒഴിച്ചതിന് ശേഷം. ഇത് നമ്മൾ ഡയറക്റ്റ് OTGയിൽ വെച്ച് ബേക്ക് ചെയ്തല്ല എടുക്കുന്നത്, പകരം നമ്മളൊരു വാട്ടർ ബാത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ബാറ്റർ ഒഴിച്ച ടിന്നൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. സൈഡുകളും താഴെയും നന്നായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ റാപ്പ് ചെയ്തെടുക്കാം. ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അലുമിനിയം ഫോയിലും കൂടി ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ബാറ്ററിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാനാണ്. ഇതുപോലെ 2 പ്രാവശ്യം റാപ്പ് ചെയ്ത് നമ്മളുടെ ബേക്ക് ചെയ്യാനുള്ള ടിൻ അത് ഇറങ്ങിയിരിക്കാൻ തക്ക വലുപ്പമുള്ള വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വയ്ക്കുക. എൻ്റെ കയ്യിലുള്ള ഇച്ചിരി വലിയ പാത്രം, ഇത്ര വലിയ പാത്രം വേണമെന്നില്ല. ഈ പാത്രം ഒന്ന് ഇറങ്ങിയിരുന്ന് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ചുറ്റും വേണം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം 1 ഇഞ്ച് കനത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് OTGയിലേക്ക് വെക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്ത് വരാൻ 1 മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 20 മിനിറ്റ് 180 ഡിഗ്രിയിലും പിന്നത്തെ 40 മിനിറ്റ് 150 ഡിഗ്രിയിലും വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വെന്തോന്നറിയാൻ നമ്മൾ പയ്യൊന്ന് തൊട്ട് നോക്കുമ്പോൾ ബാറ്ററി കൈ കൂടെ വരാനും പാടില്ല. എന്നാൽ ടിന്നൊന്ന് പയ്യെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ താഴെ വെള്ളം കിടന്ന് അനങ്ങുന്ന പോലെ അനങ്ങാൻ വേണം. ഇതാണ് ഇതിൻ്റെ പാകം. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് നോക്കി ബാറ്ററി എൻ്റെ സ്പൂണിൽ കൂടെ പോകുന്നായിരുന്നു. സ്പൂൺ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ തിരിച്ചു വെച്ചു വീണ്ടും ബേക്ക് ചെയ്തതാണ്. ഇത് അങ്ങനെ ഇടയ്ക്ക് ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണത് നല്ലതാണ്. കാരണം ഓവർ ബേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവനിൽ തന്നെ ബേക്കിംഗ് ടൈം കഴിഞ്ഞ് ഓവനിൽ തന്നെ 1 മണിക്കൂറോളം തന്നെ ചൂടാറണം. എന്നാൽ ആ കറക്റ്റ് ഉള്ളിൽ ടെക്സ്ചർ വരുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ പുറത്തെടുത്തതാണ്. നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് 6 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂറേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. ഞാൻ 6 മണിക്കൂറിൽ ഇത് ഡീമോൾഡ് ചെയ്യാണ്. ഇത് ഡീമോൾഡ് ചെയ്യാൻ സ്പ്രിംഗ് ഫോം എങ്ങനെ ഡീമോൾഡ് ചെയ്യാൻ അറിയില്ല എന്നവർക്ക് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഈ കേക്ക് ഒന്ന് നേരത്തെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷിലെ റോസ് ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ സാധാരണഗതിയിൽ ഈ ചീസ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാതെയാണ് സെർവ് ചെയ്യണേ. ഏതായാലും 2021 ഫസ്റ്റ് കേക്കല്ലേ, അപ്പോൾ ആ ഗനാഷ് ഫ്ലവേഴ്സ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ബേക്ക്ഡ് ചീസ് കേക്ക് നോ ബേക്ക് ചീസ് കേക്കിനേക്കാളും ഒരുപാട് ടേസ്റ്റ് മുന്നിലാണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ടേസ്റ്റിയാണ് ബേക്ക്ഡ് ചീസ് കേക്ക്. നിങ്ങൾ ഈ കേക്കിൻ്റെ റെസിപ്പി ചെയ്യുമ്പം ഒരു കാരണവശാലും ബേക്കിംഗ് ടൈം കഴിഞ്ഞാൽ ഉടനെ കേക്ക് വെളിയിലേക്ക് ഇറക്കരുത്. 1 മണിക്കൂറിന് ശേഷം എടുക്കാവൂ. നിങ്ങൾ ഈ വോബ്ലിങ് ആ ബാറ്റർ ഉള്ളിൽ കിടന്ന് അനങ്ങണത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടനെ പുറത്തേക്ക് എടുത്തത്. ഇത് സെറ്റായി നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. ഈ കേക്ക് നമ്മൾ 100% ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഓവനിൽ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ടാണ് ഒരു ചെറിയ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചെറുതായിട്ടൊന്ന്
എഡ്ജിൽ നിന്ന് ഇച്ചിരി ഒന്ന് താന്നിക്കണുണ്ടോ, അത് കട്ട് ചെയ്യുമ്പോഴും ആ ഒരു ടെക്സ്ചറിന് വ്യത്യാസം വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ്. ഞാൻ അല്ലാതെ ഇത് കറക്റ്റ് അതിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഓവനിൽ തന്നെ വെച്ച് ചൂടാറിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത 2 ബർത്ത്ഡേ, ഇതിനു മുമ്പ് എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ചെയ്ത 2 കേക്കിൻ്റെ ചെറിയ 2 ഫോട്ടോ സ്നാപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. എഗ്ലെസ് വേർഷനും ഉണ്ട്, എഗ്ഗ് വേർഷനും ഉണ്ട്. രണ്ടിൻ്റെയും ചെറിയ ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. ഡെക്കറേഷൻ ഞാൻ അത്ര 100% എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. പക്ഷേ ടേസ്റ്റ് വൈസ് ഹെവൻലി ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യാതെ. ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഗണാഷ് ഫ്ലവേഴ്സിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി പോകും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി കണ്ടു നോക്കാം. വളരെ ടേസ്റ്റിയുണ്ട്. ആ ബ്ലൂബെറിയുടെ ആ സിട്രസ് ടേസ്റ്റ് ഇല്ലേ, ചീസ് കേക്കിന് ഭയങ്കര ആപ്റ്റാണ്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എഗ്ഗ് വെർഷനാണിത്. ചോക്ലേറ്റ് ഫഡ്ജും ചീസ് ഫില്ലിങ് കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കേക്ക്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നമ്മൾ ആ 1 മണിക്കൂർ അതിനകത്ത് തന്നെ ഒന്ന് ചൂടാറണം, അപ്പോൾ ആ കറക്റ്റ് ടെക്സ്ചർ വരാം. ഇത് എഗ്ലെസ് വേർഷനാണ്. താഴെ നമ്മൾ ഡേറ്റ്സിൻ്റെ ഒരു ബേസാണ് കൊടുത്തിരിക്കുന്നത്. ഓവനുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേക്ക് വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. 2021 ഇനിയും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.